CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഈ അധ്യയന വർഷത്തെ SSLC പരീക്ഷയ്ക്ക് തുടക്കമായി. ഒന്നാം ഭാഷയായ മലയാളം പരീക്ഷയോടെയാണ് SSLC പരീക്ഷയ്ക്ക് തുടക്കമായത്. മരത്തംകോട് അമ്പലം പള്ളിക്ക് സമീപം കുഴൽക്കിണർ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. ഇഞ്ചിക്കുന്ന് സ്വദേശി കരുവാങ്ങത്തിൽ വീട്ടിൽ 30 വയസ്സുള്ള കാർ ഡ്രൈവർ അജിത്തിന് പരിക്കേറ്റു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ പ്രചരണ പര്യടനത്തിന് ചൂണ്ടൽ കണ്ടാണിശ്ശേരി പഞ്ചായത്തുകളിൽ തുടക്കമായി. ഗുരുവായൂർ മഞ്ജുളാൽ ജംഗ്ഷനിൽ ഓട്ടോറിക്ഷയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ അച്ഛനും മകനും പരിക്കേറ്റു. പാടൂർ കാര്യാട്ട് ശ്രീധരൻ, മകൻ റിച്ചൂസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. അടുത്ത സാമ്പത്തിക വർഷത്തിന് മുന്നോടിയായി കൌൺസിൽ സബ് കമ്മിറ്റി രൂപീകരിച്ച് മുഴുവൻ കുന്നംകുളത്തെ നഗരസഭാ കെട്ടിടങ്ങളുടെ ഭൌതിക സാഹചര്യവും കച്ചവട സൌഹാർദ്ദ അന്തരീക്ഷവും പരിശോധിക്കാൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനം. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ അനുശോചനം രേഖപ്പെടുത്തി CPM ഭരണത്തിലുള്ള കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗം. സനാതനധർമ്മത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷം രാഷ്ട്രീയ ഇടപെടലിലൂടെ കപ്ലിയങ്ങാട് ക്ഷേത്രം ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ ഭക്തർ തിരിച്ചടി നൽകുമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ടീച്ചർ. കപ്ലിയങ്ങാട് ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ നാമജപ പ്രതിഷേധയാത്ര അവർ ഉദ്ഘാടനം ചെയ്തു. പെങ്ങാമുക്ക് പഴയ പള്ളിയുടെ കീഴിലുള്ള സെമിത്തേരി ചാപ്പലിലെ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി വിശ്വാസികളുടെ പൂർവികരുടെ കല്ലറകൾ തകർത്തുവെന്ന് പരാതി. ആരാധനാ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മറുവിഭാഗം നടത്തുന്നതെന്ന് യാക്കോബായ വിശ്വാസികൾ ആരോപിച്ചു. പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയും വലിയ ബലിക്കല്ല് പ്രദക്ഷിണ വഴി എന്നിവയുടെ സമർപ്പണവും നടന്നു. വെള്ളറക്കാട് മണ്ണാൻകുന്ന് കോളനിയിലെ പട്ടികജാതി വനിതാ വ്യവസായ കേന്ദ്രം മാലിന്യ സംഭരണ കേന്ദ്രമാക്കിയ കടങ്ങോട് പഞ്ചായത്ത് അധികൃതരുടെ നടപടിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ജനവാസ കേന്ദ്രത്തിൽ മാലിന്യം തള്ളുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് SSC മോർച്ച പ്രവർത്തകർ പന്തം കൊളുത്തി സമരം നടത്തി. എഴുത്തുകാരനും അധ്യാപകനും പ്രഭാഷകനുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരിയുടെ മണ്ണ് മനസ്സ് മയിൽപീലി എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. ചാലിശ്ശേരി പഞ്ചായത്തിലെ പൊതുജനത്തിനും കർഷകർക്കും ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. കൃഷിനാശം വർദ്ധിച്ചതോടെയാണ് കർഷകർ കാട്ടുപന്നികളെ പിടികൂടുവാൻ അധികാരികളുടെ സഹായം തേടിയത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടന്നുവന്നിരുന്ന പുസ്തകോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ തായങ്കാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ആറാട്ട് ഉത്സവത്തിന്റെ ഭാഗമായി ദേശവലത്ത്, പള്ളിവേട്ട, പള്ളിക്കുറുപ്പ് തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. പുന്നേർകുളം കിഴക്കേച്ചെറായി കൊഴപ്പാമഠത്ത് നിർമ്മാണം പൂർത്തിയായ ഗ്രാമവേദി സാംസ്കാരിക സമിതി മന്ദിരത്തിന്റെ ഉദ്ഘാടനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ നിർവഹിച്ചു. വേലൂർ വടക്കുമുറി ഗ്രാമീണ വായനശാലയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള 50 വീട്ടുമുറ്റ ക്ലാസുകളുടെ ഉദ്ഘാടനം വേലൂർ സൗഹൃദ നഗറിൽ നടന്നു. മലങ്കര മാർത്തോമ സുറിയാനി സഭ കുന്നംകുളം മലബാർ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം മക്കിക്കാവിൽ പ്രവർത്തിക്കുന്ന ദീനബന്ധു മിഷൻ 58ാം സ്ഥാപക ദിനം ആഘോഷിച്ചു. ഗുരുവായൂർ നഗരസഭ 1ാം വാർഡിലെ ആരോഗ്യ ഉപകേന്ദ്രത്തിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കോൺഫറൻസ് ഹാൾ കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തിലെ പദ്ധതി പ്രകാരം വനിതാ സംരംഭകത്വത്തിലുള്ള കളിമൺ നിർമ്മാണ യൂണിറ്റുകൾക്ക് സാധന സാമഗ്രികൾ വാങ്ങുന്നതിനായി ധനസഹായം വിതരണം ചെയ്തു. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ പീഡനത്തിനിരയാക്കി സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് കാട്ടകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.